സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ഭാരതത്തോട് സഹായം ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് 50,000 ടൺ അരിയാണ് സഹായമായി ആവശ്യപ്പെട്ടത്. ബംഗ്ലാദേശിൽ ശേഷിക്കുന്ന അരിശേഖരം 7.42 ലക്ഷം ടൺ മാത്രമാണ്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, ഏറെ കഷ്ടപ്പാടിലാണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. വിജയ് ദിവസ് ആഘോഷത്തിൽ ഭാരതത്തോട് നന്ദികേട് കാണിച്ചത് നമ്മൾ കണ്ടതാണ്. ഹിന്ദുവേട്ടയുടെ വർധന 7 ഇരട്ടിയിലേറെ അല്പം മുമ്പ് നമ്മൾ വാർത്ത നൽകിയതേയുള്ളൂ. ഇപ്പോൾ വൈകാരികമായ ഒരു ആവശ്യം അല്ലേ? കൃഷ്ണരാജ്, ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ വളരെ മോശമാവുകയാണ്. ഒരു ഭാഗത്ത് മുസ്ലിം മതമൗലികവാദികൾ ഈ ബംഗ്ലാദേശിൽ ആഭ്യന്തര സംഘർഷം തുടർച്ചയായി സൃഷ്ടിക്കുന്നു. അതിനെപ്പറ്റി നമുക്കറിയാം. അതുകൂടാതെ മറ്റു പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ഇടക്കാല സർക്കാരിനെ അലട്ടിത്തുടങ്ങുന്നത് ഭക്ഷ്യക്ഷാമവും അതോടൊപ്പം തന്നെ വൈദ്യുതി പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് 50,000 ടൺ അരി ഭാരതത്തോട് ബംഗ്ലാദേശ് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അവിടുത്തെ അരി ശേഖരം ഇനിയും ശേഷിക്കുന്നത് കേവലം 7.42 ലക്ഷം ടണ്ണാണ്. ബംഗ്ലാദേശിന്റെ ഏറ്റവും പ്രധാന വിഭവം അരി വിഭവങ്ങൾ തന്നെയാണ്. കൂടുതലായി അരി ആഹാരം കഴിക്കുന്ന ആളുകളാണ് ബംഗ്ലാദേശിലുള്ളത്. അതിനാൽ തന്നെ ഇപ്പോൾ ഈ അരി പ്രതിസന്ധി ബംഗ്ലാദേശിലെ സർക്കാരിനെ വരിഞ്ഞു മുറുകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഭാരതത്തിന് മുന്നിൽ 50,000 ടൺ അരി അടിയന്തരമായി തന്നെ എത്തിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഹമ്മദ് യൂനിസ് സർക്കാർ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ വൈദ്യുതി പ്രതിസന്ധിയും രൂക്ഷമാകുന്നുണ്ട്. കാരണം ഭാരതത്തിലെ കമ്പനികൾ, ഇന്ത്യൻ കമ്പനികളാണ് ബംഗ്ലാദേശിലേക്ക് വൈദ്യുതിയും മറ്റും എത്തിച്ചിരുന്നത്. പക്ഷേ അടുത്ത കാലത്ത് നടന്ന ഹിന്ദു വേട്ടയുടെ അടിസ്ഥാനത്തിൽ ഹൈന്ദവർക്ക് നേരെ നടന്ന അതിഭീകരമായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അദാനി ഉൾപ്പെടെയുള്ള കമ്പനികൾ ബംഗ്ലാദേശിന് വൈദ്യുതി നൽകുന്നതിൽ ചില പിന്നിലേക്ക് പോക്ക് നടത്തിയിട്ടുണ്ട്. ചില പുനർവിചിന്തനം അവർ എടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ വൈദ്യുതി പ്രതിസന്ധി ഇപ്പോൾ ബംഗ്ലാദേശിൽ രൂപപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം ഇന്ത്യൻ കമ്പനികൾ അവിടെ വിദേശ നിക്ഷേപത്തിൽ ഏർപ്പെട്ട പല കമ്പനികളും അവരുടെ നിക്ഷേപം തിരിച്ചു വലിച്ച സംഭവങ്ങൾ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ഒരു ഭാഗത്ത് ബംഗ്ലാദേശിനെ ഒരു തീവ്ര മുസ്ലിം രാജ്യമാക്കാനായി ജമാഅത്ത് ഇസ്ലാമിയും. ഗൗതം, എന്തുകൊണ്ട് ബംഗ്ലാദേശ് ഇത്രമേൽ ധനപ്രതിസന്ധിയിലേക്ക് പോയി? ഭരണമാറ്റം, ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയത്, ഭീകരരുടെ നിയന്ത്രണത്തിൽ പുതിയൊരു പാവ സർക്കാർ വന്നത്, അവർ പണമത്രയും ഉപയോഗിക്കുന്നത് എന്തിന്? അങ്ങനെ വിവിധ ചോദ്യങ്ങൾ അതിന് പിന്നിലില്ലേ? കൃഷ്ണരാജ്, ബംഗ്ലാദേശ് ഒരു പുരോഗതിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൽ അവിടെ സാധാരണ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളിലേക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനാലാണ് ഷെയ്ഖ് ഹസീന തുടർച്ചയായി അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നത്. 2009 മുതൽ 3 ടേം ഷെയ്ഖ് ഹസീന അവിടെ തുടർച്ചയായി വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് പൊതുവെ ഒരു പട്ടിണി രാജ്യമാണ്. എങ്കിൽ പോലും അവിടുത്തെ സാമൂഹിക അന്തരീക്ഷവും അതോടൊപ്പം തന്നെ മറ്റ് തൊഴിൽ അവസരങ്ങളും ഒപ്പം അന്താരാഷ്ട്ര കമ്പനികളുടെ ബംഗ്ലാദേശിലേക്കുള്ള കടന്നുവരവും അങ്ങനെ ഒരു പുരോഗതിയിലേക്ക് ആ രാജ്യം ചെറുകെ കാലെടുത്ത് വെക്കുന്ന ഘട്ടത്തിലാണ് ഇസ്ലാമിക മതമൗലികവാദികളുടെ സഹായത്തോടു കൂടി ഷെയ്ഖ് ഹസീനയെ അവിടെ പുറത്താക്കി മുഹമ്മദ് യൂനിസിനെ പോലെ ഒരു കളിപ്പാവ സർക്കാർ ബംഗ്ലാദേശിന്റെ മണ്ണിൽ അധികാരമേറ്റത്. സ്വാഭാവികമായും ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് ഇപ്പോൾ ഈ അരി പ്രതിസന്ധിയും വൈദ്യുതി പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ പണപ്പെരുപ്പവും ഒക്കെ ഉണ്ടാകുന്നു. ഒരു ശ്രീലങ്കയിൽ കണ്ടതുപോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ശ്രീലങ്കയിൽ ഇതേ സാഹചര്യം കണ്ടതാണ്. അവിടെ ചൈന നടത്തിയ അനാവശ്യ ഇടപെടലിനെ തുടർന്നാണ് രജപക്സെ കുടുംബം വലിയ തോതിൽ ചൈനയ്ക്ക് വിധേയരാകുകയും പിന്നീട് അവർക്ക് ആ രാജ്യം വിട്ട് തന്നെ പുറത്തേക്ക് പോകേണ്ട പശ്ചാത്തലമൊക്കെ ശ്രീലങ്കയിൽ രൂപപ്പെട്ടു. അതേ രീതിയിലുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഭക്ഷ്യക്ഷാമത്തിലേക്കും ബംഗ്ലാദേശ് പോവുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഭാരതവുമായുള്ള വൈര്യം ഈ കാര്യത്തിൽ മറന്നുകൊണ്ട്, അതായത് ഭാരതം മുന്നോട്ട് വെക്കുന്ന മറ്റു കാര്യങ്ങളിലൊന്നും ഒരു അനുകൂല സമീപനവുമില്ല, പക്ഷേ ഭാരതത്തിന് സഹായം വേണം എന്ന് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്ക് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ എത്തിയിരിക്കുന്നത്. കാരണം ഈ 50,000 ടൺ അരി എത്തിച്ചില്ല എങ്കിൽ വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാകും. അരിയാഹാരത്തെ ആശ്രയിക്കുന്നവരാണ് ബംഗ്ലാദേശിൽ കൂടുതലായിട്ടുള്ളത്. അതിനാൽ എത്രയും വേഗം ഈ അരി തന്ന് ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ അഭ്യർത്ഥന. കൃഷ്ണരാജ്, ശരി. ഭാരതത്തോട് സഹായം ആവശ്യപ്പെടുകയാണ് ബംഗ്ലാദേശ്. 50,000 ടൺ അരിയുടെ ആവശ്യമുണ്ട്. അത്രമേൽ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ എന്ന് പറയുന്നു. പക്ഷേ മറുവശത്ത് ഭാരതത്തെ പ്രതിസന്ധിയിലാക്കാമെന്ന വ്യാമോഹവും
അവിടെ നടക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്കെതിരെ വേട്ട, വിജയ് ദിവസ് ആഘോഷം ത്തിൽ നന്ദികേട് കാണിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് വലിയ നന്ദികേടിൻ്റെ കാലമാണ് ആകുമ്പോഴും മറുവശത്ത് വൈകാരികമായ ഒരു അന്വേഷണമാണ് 50,000 ടൺ അരി തരൂ എന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായൺ.